അധീന കാശ്മീരിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിനും സൈന്യത്തിനുമെതിരെ വ്യാപക പ്രതിഷേധം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം പാക് സൈന്യം നടത്തിയ വെടിവെപ്പിൽ 11 സാധാരണക്കാർ കൊല്ലപ്പെട്ട സംഭവമാണിപ്പോൾ ജനരോക്ഷത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ 1.5 ലക്ഷത്തിലധികം ആളുകൾ അവിടെ മുസാഫിറാബാദിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. പാകിസ്ഥാൻ നിരോധിച്ച ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭം പുരോഗമിക്കുന്നത്. റവേൽകോട്ട്, ബാഗ്, ഹട്ടിയാൻ, ബാല, കോട്ട്ലി, മീൻപൂർ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി തന്നെ 10,000-കണക്കിന് ആളുകൾ റവേൽകോട്ടിൽ ഒത്തുകൂടിയ ശേഷമാണ് ഇപ്പോൾ മുസാഫിറാബാദിലേക്ക് നീങ്ങുന്നത്. പ്രക്ഷോഭകർ മുന്നോട്ട് വെച്ചിരിക്കുന്ന 38 ആവശ്യങ്ങൾ അടങ്ങിയ ചാർട്ടർ പൂർണ്ണമായും തന്നെ അംഗീകരിക്കുന്നതുവരെ തന്നെ സമരം തുടരുമെന്നതാണ് ഇപ്പോൾ നേതാക്കളുടെ പ്രഖ്യാപനം. അതേസമയം പ്രതിഷേധം വ്യാപിക്കുന്നതോടുകൂടി തന്നെ മേഖലയിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് എന്നും പാക് ഭരണകൂടം വ്യക്തമാക്കി. പ്രതിഷേധകരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വിവിധ മേഖലകളിൽ അധിക സൈനികരെ കൂടി വിന്യസിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം മുസാഫിറാബാദിലേക്കുള്ള പ്രധാന റോഡുകളിൽ പരിശോധനയും നിയന്ത്രണങ്ങളും കർശനമാക്കിയിരിക്കുകയാണ്. അതേപോലെ തന്നെ പാക് അധീന കാശ്മീരിലെ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ രൂക്ഷമാകുന്നു. വൈദ്യുതി നിരക്ക് വർധനവ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, തൊഴിലില്ലായ്മ, ഭരണകൂടത്തിന്റെ അവഗണന തുടങ്ങിയ വിഷയങ്ങളിൽ ഏറെ കാലമായി തന്നെ ജനങ്ങൾ അസംതൃപ്തി അവിടെ നേരിടുകയാണ്. ഇപ്പോൾ 11 പേരുടെ മരണത്തിന് പിന്നാലെ തന്നെ ആ അസംതൃപ്തി വലിയ ജനകീയ പ്രക്ഷോഭമായി അല്ലെങ്കിൽ പ്രതിഷേധമായി തന്നെ മാറുകയാണ്. രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതനുസരിച്ചുകൊണ്ട് പാക് അധീന കാശ്മീരിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യം പാകിസ്ഥാൻ സർക്കാരിനും സൈന്യത്തിനും വലിയൊരു വെല്ലുവിളിയായി തന്നെ മാറുമെന്നതാണ് ഇപ്പോൾ മറ്റൊരു വസ്തുതയായി സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഫീൽഡ് മാർഷൽ അസീം മുനീറും ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്ത് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ തന്നെ അവർ നിശ്ചലമായി നിൽക്കുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. ജനങ്ങളുടെ പ്രതിഷേധം കൂടുതൽ ശക്തമായാൽ മേഖലയിൽ ഭരണപരവും രാഷ്ട്രീയപരവുമായ പ്രതിസന്ധി രൂക്ഷമാകാനും സാധ്യതയുണ്ട് എന്നതാണ് വിലയിരുത്തൽ. 1.5 ലക്ഷത്തിലധികം ആളുകൾ മുസാഫിറാബാദിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ പാക് സൈന്യത്തിനെതിരായ ജനരോഷം കത്തിപ്പടരുകയാണ്. പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് പോകും, ഭരണകൂടം എങ്ങനെ പ്രതികരിക്കും എന്നതിലേക്കും ഇപ്പോൾ ലോക ശ്രദ്ധ ഉറ്റുനോക്കുന്നുണ്ട്. പ്രതിഷേധം തടയുന്നതിനായി തന്നെ പാക് അധികൃതർ കടുത്ത നിയന്ത്രണങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുസാഫിറാബാദിലേക്കുള്ള പ്രധാന റോഡുകളിൽ മരങ്ങൾ വെട്ടിയിട്ടും മറ്റും തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ 4 പ്രധാന അവിടുത്തെ പ്രതിഷേധ നേതാക്കളെ പിടികൂടാൻ 1 കോടി രൂപയിൽ അവിടെ പാരിതോഷികം പ്രഖ്യാപിക്കുകയും അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും ചെയ്തു. പലയിടങ്ങളിലും ഇന്റർനെറ്റ് സേവനങ്ങളും വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി, ഗോതമ്പ് എന്നിവയുടെ അമിത വില വർധനവിനെതിരെയും അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെതിരെയുമാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത്. ജൂൺ 8-ന് സമാധാനപരമായി തന്നെ പ്രതിഷേധിച്ചവർക്ക് നേരെ സൈന്യം വെടിവെച്ചതോടെയാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. അതുപോലെ ഭീകരതയ്ക്ക് പിന്നിൽ യൂണിഫോം ധരിച്ചവർ ആരാണ് എന്ന മുദ്രാവാക്യവുമായാണ് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അവകാശങ്ങൾ ചോദിക്കുന്നവരെ ഭീകരർ എന്നും ഇന്ത്യൻ ഏജന്റുമാർ എന്നും വിളിച്ചാണ് പാക് അധികൃതർ നേരിടുന്നത് എന്നതാണ് പ്രതിഷേധകർ ആരോപിക്കുന്നതും. പാക് അധീന കാശ്മീരിൽ നടക്കുന്ന സംഭവങ്ങളെ ഇന്ത്യ ശക്തമായി തന്നെ അപലപിച്ചു. സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനെ കൂട്ടക്കൊല എന്നതാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത്. മേഖലയിലെ ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന പാകിസ്ഥാന്റെ നടപടിക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം പ്രതികരിക്കണം എന്നതാണ് ഇപ്പോൾ ഇന്ത്യ ഇവിടെ ആവശ്യപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.